ഈ സംഭവ വികാസങ്ങളിൽ യാതൊരു തരത്തിലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഇത് അമേരിക്കയുടെ പാരമ്പര്യമാണ്. ചതിക്കുക, ചതിച്ച് കൊല്ലുക, ചതിച്ച് കീഴ്പ്പെടുത്തുക, വഞ്ചനയുടെ രാഷ്ട്രീയം അനുവർത്തിക്കുക. ഇത് അമേരിക്കൻ പാരമ്പര്യമാണ്. അമേരിക്കൻ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പാരമ്പര്യമാണ്. ബ്രിട്ടനിൽ നിന്നും കുടിയേറി പാർത്ത ആളുകളാണ് അമേരിക്കയിലുള്ളത്. അവിടെയുള്ള ആദിവാസികളായ ആളുകളെ വഞ്ചനയിലൂടെ അടിച്ചമർത്തി ആ രാജ്യം കീഴടക്കി അതാണ് തങ്ങളുടെ രാജ്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യശക്തികൾ. ആ സാമ്രാജ്യശക്തികളെക്കുറിച്ച്, ബ്രിട്ടീഷുകാരെക്കുറിച്ച് ഇന്ത്യക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം 200 വർഷക്കാലം നമ്മെ എങ്ങനെയാണ് ചതിയിലൂടെ, വഞ്ചനയിലൂടെ ബ്രിട്ടീഷുകാർ അവരുടെ അധിനിവേശത്തിൻ്റെ അടിമകളാക്കി മാറ്റിയത് എന്ന ചരിത്രം അറിയാവുന്ന ആളുകളാണ് നാം. ആദ്യം സോപ്പ് ചേർപ്പ് കണ്ണാടിയുമായിട്ട് കച്ചവടാർത്ഥം വന്നു കപ്പലിൽ. പിന്നീട് തോക്കും പീരങ്കിയും മറ്റ് ആയുധങ്ങളുമായിട്ട് വന്ന് ഈ രാജ്യത്തെ നാട്ടുരാജാക്കന്മാരെ ഓരോരുത്തരെയും പരസ്പരം തമ്മിലടിപ്പിച്ച് കീഴ്പ്പെടുത്തുകയും ഈ രാജ്യം തന്നെ കീഴടക്കുകയും കൊള്ളയടിക്കുകയും ഇവിടെയുള്ള എല്ലാതരം വൈഡൂര്യങ്ങളും വിലപിടിച്ച രത്നങ്ങളും അങ്ങനെയുള്ള സകലമാന സംഗതികളും കൊള്ളയടിച്ചു കൊണ്ടുപോവുകയും ചെയ്ത വഞ്ചകരും കൊള്ളക്കാരുമായിരുന്നു ബ്രിട്ടീഷുകാർ. ആ പാരമ്പര്യം പേർന്നവരാണ് അമേരിക്കക്കാർ. അത് തന്നെയാണ് അവരിപ്പോഴും അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതവർ നേരത്തെ വിയറ്റ്നാമിൽ ചെയ്തു, ഇപ്പോൾ അടുത്ത കാലത്ത് വെനിസ്വലയിൽ ചെയ്തു, അതിന് തൊട്ടുമുമ്പ് ഇറാഖിൽ ചെയ്തു, ലിബിയയിൽ ചെയ്തു, സിറിയയിൽ ചെയ്തു. അവിടെയൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ അവരെ സ്ഥാനഭ്രഷ്ടരാക്കിക്കൊണ്ട് തങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന, തങ്ങളുടെ ഇംഗിതപ്രകാരം രാജ്യം ഭരിക്കുന്ന ആളുകളെ കൊണ്ടുപോയി കുടിയിരുത്തുകയും അവരിലൂടെ അവിടെയുള്ള അവിടെയൊക്കെയുള്ള എണ്ണധാതുക്കൾ കയ്യിൽ അടക്കുകയും അവ കൊള്ളയടിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന പതിവാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇറാഖിനെതിരായിട്ടുള്ള അധിനിവേശം എന്തായിരുന്നു? സദ്ദാം ഹുസൈൻ്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന പ്രചരണം നടത്തി, വിഷവാതകമുണ്ട് എന്ന പ്രചരണം നടത്തി. ഇതെല്ലാം തന്നെ തെറ്റാണെന്ന് പിന്നീട് തെളിയിക്കപ്പെടുകയുണ്ടായി. ആ കാരണങ്ങൾ പറഞ്ഞ് ആ രാജ്യത്തേക്ക് കടന്നു എന്നുകൊണ്ട് ഏതാണ്ട് 20 ലക്ഷത്തിലേറെ ആളുകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെയാണ് അവിടെ കൊന്നൊടുക്കിയത്. മരുന്ന് കിട്ടാതെ, ഭക്ഷണമില്ലാതെ ആളുകൾ അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന അവസ്ഥ, ഒരു രാജ്യത്തിനെ തന്നെ അസ്ഥിരമാക്കി മാറ്റുന്ന അവസ്ഥ അവിടെയുണ്ടായി. അതേ ഇറാഖിനെ ഉപയോഗിച്ച്, സദ്ദാം ഹുസൈനെ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെതിരെ 10 വർഷത്തോളം യുദ്ധം നടത്തി. അതേ സദ്ദാം ഹുസൈനോട് കുവൈത്ത് കയ്യേറാൻ പറഞ്ഞു. എന്നിട്ട് കുവൈത്തിലേക്ക് പോയി സദ്ദാം ഹുസൈൻ യുദ്ധം ചെയ്തപ്പോൾ അതേ സദ്ദാം ഹുസൈനെതിരെ കുവൈത്തിന് അനുകൂലമായിട്ട് നിലകൊള്ളുകയും സദ്ദാം ഹുസൈനെ അടിച്ചമർത്തുകയും യുദ്ധത്തിൽ തോൽപ്പിക്കുകയും അദ്ദേഹത്തെ ഒളിയിടത്തിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്ന് തൂക്കിക്കൊല്ലുകയും ചെയ്തു. അങ്ങനെയുള്ള ചതിയുടെ നിരന്തരമായ പാരമ്പര്യം. ഇറാനിൽ തന്നെ മുൻ പ്രസിഡന്റ് അഹമ്മദ് നജാദിയെ വധിച്ചത്, മുൻ പ്രസിഡന്റ് റാസി എന്ന് പറയുന്ന ആളെ വധിച്ചത്, ഇതെല്ലാം തന്നെ ഇസ്രായേലും അമേരിക്കയും ചേർന്നുകൊണ്ട് പേജർ ബോംബുകളിലൂടെയും എയർ സ്ട്രൈക്കുകളിലൂടെയും ചതിച്ചു കൊന്ന പാരമ്പര്യം ഇറാനിൽ തന്നെയുണ്ട്. ഇറാനിൽ 1979 വിപ്ലവത്തിന് ശേഷം നടുനിവർത്താൻ അനുവദിക്കാത്ത വിധം ഇറാനുള്ളിൽ കലാപമുണ്ടാക്കുകയും അവിടെ മൊസാദിൻ്റെയും സിഐയുടെയും ചാരന്മാർ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ട് അവിടുത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഉപരോധമുണ്ടാക്കിക്കൊണ്ട് അവരെ മുച്ചൂട് നശിപ്പിക്കാനും പട്ടിണിയിൽ കിടക്കുന്ന ജനങ്ങളെ കൊണ്ട് ആ രാജ്യത്തെ ഭരണകൂടങ്ങൾക്കെതിരെ വിപ്ലവം ഉണ്ടാക്കുവാനും പ്രതിവിപ്ലവം നടത്തുവാനുമാണ്. എന്നിട്ട് പഴയ രാജാക്കന്മാരെ, തങ്ങളുടെ ഇച്ഛാനുസരണം പ്രവർത്തിക്കുന്ന ഷാ റിസാ പഹ്ലവിയുടെ മകനെ, ഇവിടെ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാനുമാണ് ഇപ്പോഴും ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ കോപ്പ് കൂട്ടുമ്പോൾ അതിന് ന്യായങ്ങൾ വേണം, ന്യായീകരണങ്ങൾ വേണം. ആ ന്യായീകരണമായിട്ട് ഏറ്റവും കൂടുതൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും പറയാനുണ്ടായിരുന്നത് ഡെത്ത് ടു ഇസ്രായേൽ എന്നും ഡെത്ത് ടു അമേരിക്ക എന്നും അല്ലെങ്കിൽ ഡെത്ത് ടു സാത്താൻ എന്നുമൊക്കെ ഇവർ മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളതാണ്. അത് ഇറാനിലെ ജനങ്ങളുടെ മുദ്രാവാക്യമായിരുന്നു. കാരണം ഇറാനെ മുഴുവൻ കൊള്ളയടിച്ച് കൊണ്ടുപോയ ആളുകളാണ്. അവയെല്ലാം ആ സമ്പത്ത് മുഴുവൻ, ഇറാനിൻ്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് അമേരിക്കയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുള്ള ആളായിരുന്നു ഷാ റിസാ പഹ്ലവി എന്ന രാജാവ്. അങ്ങനെ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് അതിൻ്റെ മുൻ പ്രസിഡൻറ്റിനെ വധിച്ചുകൊണ്ടും 1959
ഇറാനിലെ എണ്ണ ദേശസൽക്കരിച്ചതിൻ്റെ പ്രതികാരമായിട്ട് ആ ഭരണകൂടത്തെ നിഷ്കാസനം ചെയ്തുകൊണ്ട് അതിനെ പ്രവർത്തിച്ചതും ഇതേ അമേരിക്കയായിരുന്നു. ഇറാൻ മാത്രമല്ല, നേരത്തെ ഇറാഖിനെ പറ്റി പറഞ്ഞു, സിറിയ, ലെബനോൺ, ലിബിയ, ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇതേ പ്രകാരത്തിൽ നശിപ്പിക്കുകയും അവിടെയൊക്കെ തന്നെ പ്രതിവിപ്ലവമോ അല്ലെങ്കിൽ അട്ടിമറിയോ ഒക്കെ നടത്തുകയും ചെയ്തുകൊണ്ടുള്ള പരാക്രമങ്ങളാണ് ഈ സാമ്രാജ്യ ശക്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇറാഖിലും ഈയിടെയായിട്ട് പലസ്തീനിലുമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന അതിക്രമങ്ങളുടെ, കൂട്ടക്കൊലകളുടെ, ബോംബിങ്ങുകളുടെ, നിരന്തരമായ അക്രമങ്ങളുടെ, യാതൊരു മനസ്സാക്ഷിയുമില്ലാത്ത വിധത്തിലുള്ള അതിക്രമങ്ങളുടെ ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന, അതിലൊന്നും തന്നെ ജനങ്ങൾക്ക് പച്ചവെള്ളം കൊടുക്കാത്ത ഒരവസ്ഥ സൃഷ്ടിക്കുന്ന, മരുന്ന് കൊടുക്കാത്ത അവസ്ഥ സൃഷ്ടിക്കുന്ന സമീപനം നമ്മൾ കണ്ടു. അതാണ് ഇവർ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള മാൻഡേറ്റ് ഇവർക്ക് യഥാർത്ഥത്തിൽ ഇല്ല. പക്ഷേ എല്ലാ തരത്തിലുള്ള ഏജൻസികളെയും ഭരണകൂടങ്ങളെയും സ്വതന്ത്ര രാജ്യങ്ങളെയും ഒക്കെ നോക്കുകുത്തികളാക്കിക്കൊണ്ടുള്ള പഴയകാല വളരെ പ്രാചീനമായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള സാമ്രാജ്യത്വ രീതിയാണ്, സാമ്രാജ്യത്വ സമ്പ്രദായമാണ് ഇന്നും ഇവർ ഈ ആധുനിക യുഗത്തിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിവർ പരിഷ്കാരം എന്ന പേര് പറയുന്നു, അതിനിവർ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറയുന്നു, ജനാധിപത്യത്തിൻ്റെ പേര് പറയുന്നു. എന്നിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതോ ഏകാധിപത്യവും സർവാധിപത്യവും രാജവാഴ്ചയും ഇതുപോലുള്ള അതിക്രമങ്ങളുമാണ്. മുമ്പ് നമുക്കറിയാം, ഇന്ത്യയിൽ വിവിധ നാട്ടുപ്രദേശങ്ങളിൽ ഭരണകർത്താക്കളായിരുന്ന ആളുകളെ മുഴുവൻ പരസ്പരം തമ്മിലടിപ്പിച്ചുകൊണ്ട് ചോര കുടിച്ച് അധികാരത്തിൽ വന്നിരുന്ന ആ സ്ഥലങ്ങളെല്ലാം എടുത്തിരുന്ന ശക്തിയാണ് ബ്രിട്ടീഷുകാർ. ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയത് നമുക്കറിയാം, വഞ്ചനയിലൂടെയായിരുന്നു, ചതിയിലൂടെയായിരുന്നു. ആ തരത്തിലുള്ള മീർ ജാഫർമാരും അതുപോലെ മീർ ബാക്കിമാരും ഒക്കെ തന്നെ, മീർ സാദിഖുമാരും ഒക്കെ തന്നെ ഇപ്പോഴും ഇറാൻ പോലുള്ള രാജ്യങ്ങളിലുണ്ട്. അവർ കാണിച്ചു കൊടുക്കുന്നു സൈനിക മേധാവികൾ യോഗം ചേരുന്ന സ്ഥലം, അതുപോലെ ആയത്തുള്ള ഖാമീനി എവിടെയാണ് ഇരിക്കുന്നത്, ഇതെല്ലാം തന്നെ ഉറ്റിക്കൊടുക്കാനുള്ള ആളുകൾ റെഡിയായിട്ട് അവരെ പണം കൊടുത്ത് പാട്ടിലാക്കി വെച്ചിരിക്കുന്നു എന്നതിൻ്റെ ചിത്രം നമുക്ക് മുമ്പിൽ തെളിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇനി ലോകത്തിൻ്റെ ചലനത്തെ തന്നെ സ്തംഭിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന യുദ്ധങ്ങളാണിപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചെകുത്താന്മാരെ നിലക്ക് നിർത്തണമോ, ഈ ചെകുത്താന്മാരെ മുന്നോട്ട് പോകാൻ അനുവദിക്കണമോ എന്നൊക്കെയുള്ളത് തന്നെയാണ് ലോകത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയ ചോദ്യം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.